ഹലോ ഗൈസ്, ഇന്നൊരു ചെറിയ സൺഡേ മിനി വ്ളോഗാണ്. എൻ്റെ കസിന് വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡ് എടുക്കാൻ വന്നതാണ്. ഇതാണ് എൻ്റെ കസിൻ. അപ്പോൾ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വേറെ എവിടെയല്ല, പാലക്കാടുള്ള മലബാറിലാണ് നമ്മൾ പോയ ടൈമിൽ തന്നെ അവിടുത്തെ ചേട്ടൻ നമുക്ക് ഫുൾ ആൻറ്റിക് ടൈപ്പും അതേപോലെ ടെമ്പിൾ സ്റ്റൈൽ ജ്വല്ലേഴ്സും പിന്നെ ചെട്ടിനാട് ടൈപ്പ് ജ്വല്ലേഴ്സും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അടുത്ത ടെമ്പിൾ ജ്വൽസ് ആയിരുന്നു. ബിക്കോസ് അതിൻ്റെ കളക്ഷൻസാണ് കുറച്ചുകൂടി കൂടുതലെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ നമ്മൾ നേരെ പോയി വള എടുക്കാൻ വേണ്ടിയിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വളയുടെ കളക്ഷൻസ് അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ളതുകൊണ്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു, എങ്ങനത്തെ ടൈപ്പ് അല്ലെങ്കിൽ ഏത് സ്റ്റൈലുള്ളത് എടുക്കണം എന്നൊക്കെ. കുറച്ച് ഗോൾഡാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് നമുക്കിപ്പോൾ എൻഗേജ്മെൻറ്റിനാണ് മെയിനായിട്ട് ഗോൾഡ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ജ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമുക്ക് ആങ്ക്ലെറ്റ്സ് വേണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ മറന്നുപോയി. പിന്നെ മേലെ പോയിട്ടാണ് നമ്മൾ ആങ്ക്ലെറ്റ്സ് നോക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ചെറിയ റിങ് കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും കൂടെ എടുക്കാൻ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബില്ലിംഗ് സെക്ഷനിലായപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ടൈം എടുത്തു. എന്നിട്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. വേറെ എവിടെയല്ല, പാലക്കാട് വളരെ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു കടയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയ ടൈമിൽ ഇത്രയൊന്നും നമ്മൾ എക്സ്പെക്റ്റേഷനോടെ അല്ല പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു. എനിക്ക് ആക്ച്വലി ബിരിയാണി ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മളൊരു ഡ്രാഗൺ ചിക്കൻ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ എവിടെയല്ല, പാലക്കാടുള്ള ഡി കല്യാൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പാലക്കാട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ പോകണം. ബിക്കോസ് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫുഡും അതേപോലെ നല്ലൊരു സ്പോട്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി.